ഹായ് അസ്സാം വലൈക്കും, വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ക്രാബ് ഫ്രൈ ആണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. അതിനായി നമുക്ക് ആദ്യം ഒരു പാൻ എടുക്കാം. എന്നിട്ട് അതിലോട്ട് 2 to 3 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഒരു പിഞ്ച് ഫെനുഗ്രീക്ക് അഥവാ ഉലുവ നമുക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് ഒരു പിടി കറിവേപ്പില കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിലോട്ട് വേണ്ട പേസ്റ്റ് തയ്യാറാക്കാൻ വേണ്ടി ഒരു ചെറിയ ജാറിലോട്ട് ജിഞ്ചർ ഗാർലിക്ക് ഒപ്പം പെരുംജീരകം അഥവാ ഫെനൽ സീഡ്സും ആഡ് ചെയ്ത് പേസ്റ്റ് രൂപത്തിലോട്ടായി മാറ്റാം. എന്നിട്ട് നമുക്ക് ആ പേസ്റ്റ് ഇതിലോട്ട് ചേർക്കുകയാണ്. ഇനി ഒപ്പം 2 പച്ചമുളക് കൂടി ആഡ് ചെയ്തിട്ട് നന്നായി സോട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇതിലോട്ട് ഒരു വലിയ ഒണിയൻ ചേർക്കുന്നുണ്ട്. ഒരുപാട് ഉള്ളി തക്കാളി അതൊന്നും ആഡ് ചെയ്യുന്നില്ല. എനിക്ക് ഒരുപാട് മസാലയോട് ഇതിൽ കുറച്ച് മസാല ഉള്ളത് നല്ല ടേസ്റ്റ് രൂപത്തിൽ അങ്ങനെയാണ് ഇഷ്ടം. അപ്പോൾ അങ്ങനെ ഒരുപാട് ഉള്ളി തക്കാളിയൊന്നും ആഡ് ചെയ്യാറില്ല. ഇപ്പോൾ ഞാൻ ഈ ക്രാബ് ഫ്രൈയിൽ ഒരു സവാളയാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഒപ്പം തന്നെ ഒരു വലിയ ടൊമാറ്റോയും ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിലോട്ട് വേണ്ട സോൾട്ടും ആഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ വേറെ പുളിക്ക് വേണ്ടിയിട്ട് വേറെ ഒന്നും ചേർക്കുന്നില്ല. അതുകൊണ്ട് അത്യാവശ്യം വലിയൊരു തക്കാളി തന്നെയാണ് ഞാൻ ഇതിലോട്ട് ചേർത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായി സോട്ടായിട്ട് വരട്ടെ. എന്നിട്ട് നമുക്ക് ഇതിലോട്ട് വേണ്ട മസാലകളൊക്കെ ചേർത്ത് കൊടുക്കുകയാണ് ഇനി ചെയ്യുന്നത്. ഇപ്പോൾ ഒണിയനും ടൊമാറ്റോക്കൊക്കെ നന്നായി സോട്ടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് വേണ്ട മസാലകളൊക്കെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനായി ആദ്യം നമുക്ക് മുളക് പൊടി 1 ടേബിൾ സ്പൂൺ ആഡ് ചെയ്യുന്നുണ്ട്. ഒരുപാട് എരിവ് ചേർക്കുന്നില്ല. ടർമറിക് പൗഡർ ഒരു 1/2, കൊറിയാൻഡർ പൗഡർ ഒരു 1 ടേബിൾ സ്പൂൺ, ഗരം മസാല ഒരു 1/2 ടേബിൾ സ്പൂൺ, പെപ്പർ ഒരു 1/2 ടേബിൾ സ്പൂണാണ് ആഡ് ചെയ്യുന്നത്. ഇനി ഇതിലോട്ട് 2 എക്സ്ട്രാ മസാലകളൂടെ ചേർക്കുന്നുണ്ട്. ചിക്കൻ മസാലയും മീറ്റ് മസാലയാണ് ചേർക്കുന്നത്. ആരും ഇതുവരെ അങ്ങനെ ക്രാബ് റോസ്റ്റിൽ അങ്ങനെ ചേർക്കാത്ത 2 മസാലകളാണ്. പക്ഷേ നിങ്ങൾ ഇനി ക്രാബ് റോസ്റ്റ് ഉണ്ടാക്കുമ്പോൾ എന്തായാലും ചേർക്കേണ്ട 2 ഇൻഗ്രീഡിയൻസ് ആണ് ചിക്കൻ മസാലയും മീറ്റ് മസാലയും. ഞാനിവിടെ ചിക്കൻ മസാല ഒരു 3/4 ടേബിൾ സ്പൂണും മീറ്റ് മസാലയും ഒരു 3/4 ടേബിൾ സ്പൂൺ സെയിം പ്രൊപ്പോർഷനിൽ തന്നെയാണ് ചേർക്കുന്നത്. ഇനി ഈ മസാലകളൊക്കെ ചേർത്തിട്ട് നന്നായി നമുക്ക് മിക്സ് ചെയ്ത് എടുക്കാം. ഒന്ന് നന്നായിട്ട് ആ പച്ചമല്ലിയുടെ ചൊയയും ഇതൊക്കെ ഒന്ന് മാറുന്ന വരെ നന്നായിട്ട് ഇതാക്കി കൊടുത്ത് കുറച്ച് വെള്ളവും കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഈ വെള്ളം നന്നായി തിളച്ച് വന്നതിന് ശേഷം നമുക്ക് ക്ലീൻ ചെയ്ത് വെച്ചുള്ള ക്രാബും ആഡ് ചെയ്ത് ഒരു 2 to 5 മിനിറ്റ്സ് ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഒന്ന് ആക്കാം. അപ്പോഴത്തേന് തന്നെ ഇതിൻ്റെ ഈ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വരും ചെയ്യും. എന്നിട്ട് നമുക്ക് ഇതിൽ ക്രാബ് വേവാൻ വേണ്ടിയിട്ടുള്ള ആവശ്യത്തിനുള്ള വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് വറ്റിച്ചെടുക്കാം. അങ്ങനെയാണ് ഞാൻ ക്രാബ് ഫ്രൈ തയ്യാറാക്കാൻ പോകുന്നത്. ക്രാബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കൊക്കെ അറിയണ്ടാവും, ഒരു സീ ഫുഡാണ്. അറിയണ്ടാവും. സീ ഫുഡിൽ നമുക്ക് ഒരുപാട് നല്ല നല്ല ഗുണങ്ങളുണ്ടെന്ന് നിങ്ങൾക്ക് അറിയണ്ടാവും. ക്രാബിൽ മെയിനായിട്ടുള്ള 3 വിറ്റാമിൻസും മിനറൽസും എന്ന് പറയുന്നത് omega-3 ഫാറ്റി ആസിഡ്, സിങ്ക്, പ്രോട്ടീന്, ഇങ്ങനെ ഒരുപാട് നല്ല നല്ല ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു ഫുഡാണ് ക്രാബ് എന്ന് പറയുന്നത്. ഇതിലുള്ള ഈ വിറ്റാമിൻസും മിനറൽസും നമ്മളെ കുറേ കാര്യത്തിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമ്മുടെ കൊളസ്ട്രോള് കുറയ്ക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ നമുക്ക് ഫ്യൂച്ചറിൽ ഹാർട്ട് അറ്റാക്ക്, ഹാർട്ട് ഫെയിലിയർ, സ്ട്രോക്ക് ഇവയൊക്കെ വരാതിരിക്കൂല എന്നല്ല, പക്ഷേ ഇത് വരാതിരിക്കാനുള്ള ചാൻസ് കുറയ്ക്കാനും ഈ ക്രാബിലുള്ള വിറ്റാമിൻസും മിനറൽസും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്ന് സ്റ്റഡീസിൽ പറയുന്നുണ്ട്. അങ്ങനെ ഒരുപാട് നല്ല ഗുണങ്ങളും നല്ല ടേസ്റ്റുള്ള ഒരു ഫുഡാണ് ക്രാബ് എന്ന് പറയുന്നത്. ക്രാബിൽ നമുക്ക് ഒരുപാട് റെസിപ്പീസ് ഉണ്ട്. നമുക്ക് എങ്ങനെ വേണമെങ്കിലും ക്രാബ് എങ്ങനെ ഉണ്ടാക്കിയാലും നല്ല അടിപൊളി ടേസ്റ്റാണ് ഇത്. ഇപ്പോൾ ക്രാബിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യമായിട്ടുള്ള വെള്ളം ആഡ് ചെയ്തിട്ട് ഇത് നമുക്ക് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. എന്നിട്ട് ക്രാബ് ഒന്ന് വെന്തതിന് ശേഷം നമുക്കിത് തുറന്ന് വെച്ച് വറ്റിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ കൂടുതലും ഇങ്ങനെയാണ് ഉണ്ടാക്കാറ്. നല്ല ടേസ്റ്റാണ്. എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമുക്ക് ഇതിൻ്റെ ഫൈനൽ സ്റ്റേജിലോട്ട് കടക്കാം. കുറച്ച് കറിവേപ്പിലയും
ഒരു പിടി തന്നെ മല്ലിയില ചെറുതാക്കി അരിഞ്ഞിട്ട് അതുകൂടി ഇതിലോട്ട് ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്യുന്നുണ്ട് ഇത് ഞാൻ. ഇത് നമുക്ക് സാദാ ചോറിൻ്റെ കൂടെ, അതുപോലെ തന്നെ ബസ്മതി റൈസ്, വൈറ്റ് റൈസ് ഉണ്ടാക്കുമല്ലോ അതിൻ്റെ കൂടെ, അതുപോലെ ഗീ റൈസ് അതിൻ്റെ കൂടെ, റൈസും ഏത് റൈസിൻ്റെ കൂടെ ഇത് നല്ലൊരു കോമ്പിനേഷനാണ്. അതുപോലെ കടികളായ പൊറോട്ട, പത്തിരി, ചപ്പാത്തി, അപ്പം എല്ലാത്തിൻ്റെയും കൂടെ അടിപൊളി കോമ്പിനേഷനാണ്. ഞാനിവിടെ ക്രാബ് ഫ്രൈ കഴിക്കുന്നത് നമ്മുടെ സാദാ ബ്രൗൺ റൈസ് യൂസ് ചെയ്തിട്ടാണ് കഴിക്കുന്നത്. നല്ലൊരു കോമ്പിനേഷനാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.